Record. Okay. So നമ്മളിന്ന് ഡിസ്കസ് ചെയ്യണത് data, understanding the data states. So today we will cover about data states. Okay. So understanding the data states. അപ്പോൾ ഒരു ഡേറ്റ അതിന് 3 സ്റ്റേറ്റ്സിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഒന്നാമത്തേത് ഡേറ്റ അറ്റ് റെസ്റ്റ്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് സെനാരിയോ എന്ന് പറയുന്നത്. രണ്ടാമത്തേത് ഡേറ്റ ഇൻ മോഷൻ. ദെൻ മൂന്നാമത്തേത് ഡേറ്റ ഇൻ യൂസ്. Okay. First one is data at rest. Second one is data in motion. Third one is data in use. So, എന്താണ് ഡേറ്റ ഇൻ റെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മളുടെ കസ്റ്റമേഴ്സിൻ്റെ നെയിം, കസ്റ്റമർ നെയിംസ്, അതുപോലെ തന്നെ നമ്മൾ അയച്ചു കഴിഞ്ഞിരിക്കുന്ന ഇമെയിൽസ് അല്ലെങ്കിൽ ഇമെയിൽസ് ഡ്രാഫ്റ്റ്, അല്ലെങ്കിൽ എന്തെങ്കിലും പേയ്മെൻറ്റ് ഡീറ്റെയിൽസ്. ഓക്കെ, പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് ഇതൊക്കെ നമ്മൾ എന്താണ് ഒരു ഡേറ്റാബേസിൻ്റെ അകത്ത്, ഒരു DBക്കകത്ത് സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ നമുക്ക് പറയാൻ വേണ്ടി പറ്റും ദിസ് ഈസ് ദ ഡേറ്റ അറ്റ് റെസ്റ്റ്. ഇവിടെ ഡേറ്റ മൂവ്മെൻറ്റ് നടക്കുന്നില്ല, മറിച്ച് ഈ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഡേറ്റാബേസിൻ്റെ അകത്ത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണെന്ന് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ വാട്ട് അബൌട്ട് ഡേറ്റ ഇൻ മോഷൻ? സി ഹിയർ, ഇവിടെ ഒരു യൂസർ ഉണ്ട്. ഓക്കെ, ആ യൂസർ ഒരു പർട്ടിക്കുലർ സെർവർ ആക്സസ് ചെയ്യാണ്. അയാൾ ആക്സസ് ചെയ്തു, അയാളുടെ പാസ്വേഡ് ചോദിച്ചു, യൂസർ നെയിം പാസ്വേഡ് ചോദിച്ചു. അപ്പോൾ ഇയാൾ യൂസർ നെയിം പാസ്വേഡ് ടൈപ്പ് ചെയ്ത് അതൊരു ഒതൻറ്റിക്കേഷൻ മെക്കാനിസം നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ വിച്ച് മീൻസ് ഹിയർ ഇപ്പം അയാളുടെ പാസ്വേഡ് എന്ന് പറയുന്ന ഈ ഒരു സ്പെസിഫിക് ഡേറ്റ ഇൻ യൂസിലാന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു സൂം കോൾ ചെയ്യാണ്, ഹിയർ ഇസ് സൂം കോൾ. ഓക്കെ, അപ്പം ഇവിടെ സൂം കോൾ ചെയ്തപ്പം ദർ ഇസ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഫ്രം അനദർ ജിയോഗ്രഫിക് ലൊക്കേഷൻ. ഹിയർ ഇയാൾ സൂം വഴി ഇവിടെ ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യാണ്. സോ ഇവിടെയും നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്ന ഡേറ്റ ഇൻ മോഷൻ എന്ന രീതിയിൽ നമുക്ക് ഈ ഒരു സ്റ്റേറ്റ് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ക്ലിയർ? ദ തേർഡ് വൺ ഈസ് ഹിയർ, ഇതൊരു മാനേജറാണ്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ വിചാരിക്കും മാനേജർ, ഈ മാനേജർ ഇമെയിൽ ഡ്രാഫ്റ്റ് ചെയ്യാണ്. എങ്ങോട്ടൊക്കെ ഡ്രാഫ്റ്റ് ചെയ്തു? അയാളുടെ ഒരു കസ്റ്റമറിലേക്ക് ഡ്രാഫ്റ്റ് ചെയ്തു. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഇമെയിൽ എന്ന് പറയുന്നത് ഇൻ ഡേറ്റ ഇൻ മോഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിലാണ് ഉള്ളത്. ക്ലിയർ? സോ നെക്സ്റ്റ് വൺ ഈസ് ഡേറ്റ ഇൻ യൂസ്. സി നമ്മൾ ഒരു യൂസർ, ആ യൂസർ ഒരു സിസ്റ്റം ആക്സസ് ചെയ്യണം. സിസ്റ്റം ആക്സസിന് മുമ്പായിട്ട് അയാളുടെ യൂസർ നെയിമും പാസ്വേഡ്സും ചോദിക്കും. റൈറ്റ്? ഇപ്പം ഇയാൾ യൂസർ നെയിം പാസ്വേഡ്സും സിസ്റ്റത്തിലേക്ക് കൊടുത്തു. ഫസ്റ്റ് എവിടെയായിരിക്കും ഇത് യൂസർ നെയിം പാസ്വേഡ് ഉണ്ടാവാം? റാമിൻ്റെ അകത്തായിരിക്കും പോയി സ്റ്റോർ ചെയ്യണത്. റൈറ്റ്? അപ്പോൾ ഈ റാമിൻ്റെ അകത്തിരിക്കുന്ന ഈ ഡേറ്റ യൂസർ ക്രെഡൻഷ്യൽസ് എന്ന് പറയുന്നത് ഡേറ്റ ഇൻ യൂസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നതാണ്. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ അനദർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ദർ ഇസ് എ ഡോക്ടർ ഉണ്ട്. ഡോക്ടറിന് സ്പെസിഫിക് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ ഈ സ്പെസിഫിക് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ വെച്ചിട്ട് ഹിയർ ദർ ഇസ് എ സെൻട്രൽ ഡേറ്റാബേസ്, ഹോസ്പിറ്റൽ സെൻട്രൽ ആയിട്ടുള്ള ഡേറ്റാബേസ് ഉണ്ട്. അപ്പോൾ ഈ ഡേറ്റാബേസിൽ നിന്നും ഡോക്ടറിന് എന്ത് ചെയ്യുന്നുണ്ട്? പേഷ്യൻസിൻ്റെ ഇൻഫർമേഷൻസ് ഡോക്ടർ റിവ്യൂ ചെയ്യാണ്. സോ ഇവിടെയും ഈ പേഷ്യൻ്റ് ഇൻഫർമേഷൻസ് എന്ന് പറയുന്നത് ഡേറ്റ ഇൻ യൂസ് ആണ് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ക്ലിയർ? സോ ഡേറ്റ മെയിനായിട്ട് 3 സ്റ്റേറ്റ്സ് ആണ് ഡേറ്റയ്ക്ക് ഉള്ളത്. ഫസ്റ്റ് വൺ ഈസ് ഡേറ്റ ഇൻ റെസ്റ്റ്, ഡേറ്റ അറ്റ് റെസ്റ്റ്. സെക്കൻഡ് വൺ ഈസ് ഡേറ്റ ഇൻ മോഷൻ, ആൻഡ് തേർഡ് വൺ ഈസ് ഡേറ്റ ഇൻ യൂസ്. ഓക്കെ, ഡേറ്റ അറ്റ് റെസ്റ്റ് മീൻസ് നമ്മൾ സ്പെസിഫിക് ആയിട്ടുള്ള ഡേറ്റ എന്ന് പറയുന്നത് ഒരു ഡേറ്റാബേസിൻ്റെ അകത്തോ അല്ലെങ്കിൽ സിസ്റ്റത്തിൻ്റെ അകത്തോ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് പറയാം ഡേറ്റ അറ്റ് റെസ്റ്റിലാണെന്ന് പറയാൻ വേണ്ടി പറ്റും. ഡേറ്റ ഇൻ മോഷൻ മീൻസ്
നമ്മൾ ഒരു ഇമെയിൽ അല്ലെങ്കിൽ PDF ഫയൽസ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എന്താണ് ഒരു പോയിന്റിൽ നിന്ന് വേറെ പോയിന്റിലേക്ക്, ഒരു നോഡിൽ നിന്ന് അടുത്ത നോഡിലേക്ക് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ഡേറ്റ ഇൻ മോഷനിലാണെന്ന് പറയാൻ വേണ്ടി പറ്റും. ഡേറ്റ ഇൻ യൂസ് മീൻസ് ഹിയർ ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ യൂസർ ഒരു പേഷ്യൻസിന്റെ ഡേറ്റ ആക്സസ് ചെയ്യാണ്. ഫ്രം ഡേറ്റാബേസ് റിട്രീവ് ചെയ്തു, പർട്ടിക്കുലർ ആപ്ലിക്കേഷൻ വെച്ചിട്ട് ERP പോലുള്ള ആപ്ലിക്കേഷൻ വെച്ചിട്ട് ഡേറ്റ റിട്രീവ് ചെയ്തു, ആ ഡേറ്റ അയാൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഹിയർ വി ക്യാൻ സേ ദാറ്റ് ഡേറ്റ ഇൻ യൂസ്. ഇങ്ങനെ 3 സ്റ്റേജസ് ഓഫ് ഡേറ്റാസ് ആണ് നമുക്കുള്ളത്.